എസ്തേർ അധ്യായം 6. മൊർദെഖായിക്ക് സമ്മാനം. ആ രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സ്മരണാർഹമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ദിനവൃത്താന്ത ഗ്രന്ഥം കൊണ്ടുവരാൻ അവൻ കൽപ്പന കൊടുത്തു. അവ രാജാവ് വായിച്ചു കേട്ടു. പടിവാതിൽ കാവൽക്കാരും രാജാവിൻ്റെ ഷണ്ഡന്മാരുമായ ബിഗ്താനയും തേരശും അഹസ്വേരൂസ് രാജാവിനെ വധിക്കാൻ ശ്രമിച്ചതും അക്കാര്യം മൊർദെഖായി അറിയിച്ചതും അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതിന് എന്തു ബഹുമതിയും എന്ത് സ്ഥാനവും ആണ് മൊർദെഖായിക്കു നൽകിയത്? രാജാവിനെ ശുശ്രൂഷിച്ചിരുന്ന സേവകന്മാർ പറഞ്ഞു, അവന് ഒന്നും കൊടുത്തില്ല. രാജാവ് കൽപ്പിച്ചു, അങ്കണത്തിൽ ആരുണ്ട്? മൊർദെഖായിക്കു വേണ്ടി തയ്യാറാക്കപ്പെട്ട കഴുമരത്തിൽ അവനെ തൂക്കാൻ രാജാവ് കൽപ്പിക്കണമെന്നു പറയാൻ വന്ന ഹാമാൻ കൊട്ടാരത്തിന് പുറത്തെ അങ്കണത്തിൽ നിന്ന് അപ്പോൾ പ്രവേശിച്ചതേയുള്ളൂ. രാജാവിൻ്റെ സേവകന്മാർ പറഞ്ഞു, അങ്കണത്തിൽ ഹാമാനുണ്ട്. രാജാവ് കൽപ്പിച്ചു, അവൻ അകത്തു വരട്ടെ. അകത്തു വന്ന ഹാമാനോട് രാജാവ് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ആളിന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? ഹാമാൻ ഉള്ളിൽ കരുതി, എന്നെയല്ലാതെ ആരെയാണ് രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നത്? ഹാമാൻ രാജാവിനോട് പറഞ്ഞു, രാജാവ് ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നവന് വേണ്ടി രാജാവ് ധരിച്ചിട്ടുള്ള രാജകീയ വസ്ത്രങ്ങളും കിരീടധാരിയായി രാജാവ് സഞ്ചരിച്ചിട്ടുള്ള കുതിരയെയും കൊണ്ടുവരട്ടെ. വസ്ത്രങ്ങൾ, കുതിര എന്നിവയെ രാജാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രഭുവിനെ ഏൽപ്പിക്കട്ടെ. രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആ വസ്ത്രഭൂഷണങ്ങൾ അണിയിച്ച് കുതിരപ്പുറത്തിരുത്തി താൻ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് രാജാവ് ഇങ്ങനെ പെരുമാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നഗരവീഥിയിലൂടെ കൊണ്ടുപോകട്ടെ. അപ്പോൾ രാജാവ് ഹാമാനോട് കൽപ്പിച്ചു, വേഗം പോയി നീ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് രാജാവിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്ന മൊർദെഖായി എന്ന യഹൂദനെ ആദരിക്കുക. നീ പറഞ്ഞതിൽ ഒരു കുറവും വരുത്തരുത്. അങ്ങനെ ഹാമാൻ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് മൊർദെഖായെ അണിയിച്ചൊരുക്കി. രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് ആർത്തു വിളിച്ച് അവനെ കുതിരപ്പുറത്തിരുത്തി നഗരവീഥിയിലൂടെ കൊണ്ടു നടന്നു. അനന്തരം മൊർദെഖായി രാജാവിൻ്റെ പടിവാതിൽക്കലേക്ക് മടങ്ങി. ഹാമാനാകട്ടെ വിലപിച്ചുകൊണ്ടും മുഖം മൂടിക്കൊണ്ടും സ്വഭവനത്തിലേക്ക് ഓടിപ്പോയി. തനിക്കു സംഭവിച്ചതെല്ലാം ഹാമാൻ തൻ്റെ ഭാര്യയായ സേരഷിനോടും കൂട്ടുകാരോടും പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഉപദേഷ്ടാക്കളും ഭാര്യ സേരഷും പറഞ്ഞു, നീ ആരുടെ മുൻപിൽ നിന്റെ പതനം ആരംഭിച്ചുവോ ആ മൊർദെഖായി യഹൂദ ജനതയിൽപ്പെട്ടവനാണെങ്കിൽ അവനെതിരെ പിടിച്ചു നിൽക്കാൻ നിനക്ക് ആവുകയില്ല. നീ അവൻ്റെ മുൻപിൽ വീഴും, തീർച്ച. അവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ രാജാവിൻ്റെ ഷണ്ഡന്മാർ വന്ന് എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിനായി ഹാമാനെ വേഗം കൂട്ടിക്കൊണ്ടുപോയി. എസ്തേർ അധ്യായം 7. ഹാമാന്റെ പതനം. രാജാവും ഹാമാനും എസ്തേർ രാജ്ഞി ഒരുക്കിയ വിരുന്നിന് ചെന്നു. 2-ാം ദിവസം അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്തേറിനോട് വീണ്ടും ചോദിച്ചു, എസ്തേർ രാജ്ഞി, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. എന്താണ് നിന്റെ ആവശ്യം? രാജ്യത്തിൻ്റെ പകുതി തന്നെ ആയാലും ശരി, അത് ഞാൻ നൽകാം. എസ്തേർ രാജ്ഞി പറഞ്ഞു, രാജാവേ, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ, രാജാവിന് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. എൻ്റെ ജനത്തെ രക്ഷിക്കണമെന്നതാണ് എൻ്റെ ആവശ്യം. നശിപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും നിർമൂലനം ചെയ്യപ്പെടാനും ഞാനും എൻ്റെ ജനവും വിൽക്കപ്പെട്ടവരാണ്. ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും വെറും അടിമകളായിട്ടാണ് വിൽക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞാൻ സമാധാനം വെടിയുകയില്ലായിരുന്നു. ഞങ്ങളുടെ നാശം രാജാവിന് നഷ്ടമായി തീരരുതല്ലോ. അഹസ്വേരൂസ് രാജാവ് എസ്തേർ രാജ്ഞിയോട് ചോദിച്ചു, ഇത് ചെയ്യാൻ ധൈര്യപ്പെട്ടവനാർ? അവനെവിടെ? എസ്തേർ പറഞ്ഞു, വൈരിയും ശത്രുവും ദുഷ്ടനായ ഈ ഹാമാൻ തന്നെ. അപ്പോൾ ഹാമാൻ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുൻപിൽ ഭയന്നു വിറച്ചു. രാജാവ് വിരുന്നു നിർത്തി കോപിച്ചെഴുന്നേറ്റ് രാജകീയോദ്യാനത്തിലേക്ക് പോയി. എന്നാൽ ഹാമാൻ എസ്തേർ രാജ്ഞിയോട് തൻ്റെ ജീവൻ യാചിക്കാൻ അവിടെ നിന്നു. കാരണം തനിക്ക് രാജാവ് തിന്മ വിധിച്ചിരിക്കുന്നെന്ന് അവന് മനസ്സിലായി. എസ്തേർ ഇരുന്നിരുന്ന തൽപ്പത്തിൽ ഹാമാൻ വീഴുന്നത് കണ്ടുകൊണ്ടാണ് രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീഞ്ഞു കുടിച്ചിരുന്ന സ്ഥലത്തേക്ക് മടങ്ങി വന്നത്.
അവൻ ചോദിച്ചു, എൻ്റെ കൊട്ടാരത്തിൽ വച്ച് എൻ്റെ മുൻപിൽ വച്ച് അവൻ രാജ്ഞിയെ ആക്രമിക്കുമോ? ഈ വാക്കുകൾ രാജാവ് ഉച്ചരിച്ച ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി. രാജാവിനെ സേവിച്ചിരുന്ന ഷണ്ഡന്മാരിലൊരാളായ ഹർബോണ പറഞ്ഞു, രാജാവിനെ രക്ഷിച്ച മൊർദെഖായിക്കു വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ 50 മുഴം ഉയരമുള്ള കഴുമരം അവന്റെ വീട്ടിൽ നിൽക്കുന്നു. രാജാവ് കൽപ്പിച്ചു, അവനെ അതിൽ തന്നെ തൂക്കുക. അങ്ങനെ മൊർദെഖായിക്കു വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവനെ അവർ തൂക്കി. രാജാവിന്റെ കോപം ശമിച്ചു. എസ്തർ അധ്യായം 8. യഹൂദർക്ക് സംരക്ഷണം. അന്ന് അഹസ്വേരൂസ് രാജാവ് യഹൂദരുടെ ശത്രുവായ ഹാമാന്റെ ഭവനം എസ്തർ രാജ്ഞിക്ക് നൽകി. മൊർദെഖായി രാജസന്നിധിയിലെത്തി. അവൻ തനിക്ക് ആരാണെന്ന് എസ്തർ പറഞ്ഞിരുന്നു. രാജാവ് ഹാമാനിൽ നിന്നെടുത്ത തന്റെ മുദ്രമോതിരം മൊർദെഖായിക്ക് കൊടുത്തു. എസ്തർ മൊർദെഖായെ ഹാമാന്റെ ഭവനം ഏൽപ്പിച്ചു. എസ്തർ രാജാവിനോട് വീണ്ടും സംസാരിച്ചു. അവൾ അവന്റെ കാൽക്കൽ വീണ് യഹൂദർക്കെതിരെ അഗാഗ് വംശജനായ ഹാമാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായ വിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് കണ്ണീരോടെ അപേക്ഷിച്ചു. രാജാവ് സ്വർണ്ണച്ചെങ്കോൽ അവൾക്കു നേരെ നീട്ടി. എസ്തർ എഴുന്നേറ്റ് രാജാവിന്റെ മുൻപിൽ നിന്നു. അവൾ പറഞ്ഞു, രാജാവിന് ഇഷ്ടമാണെങ്കിൽ, എന്നോട് പ്രീതിയുണ്ടെങ്കിൽ, ശരിയെന്ന് തോന്നുന്നെങ്കിൽ, അങ്ങേക്ക് ഞാൻ പ്രിയപ്പെട്ടവളാണെങ്കിൽ, രാജാവിന്റെ സകല പ്രവിശ്യകളിലുമുള്ള യഹൂദരെ നശിപ്പിക്കാൻ വേണ്ടി ഹമ്മേദാദായുടെ മകനും അഗാഗ് വംശജനുമായ ഹാമാൻ ഉണ്ടാക്കിയ എഴുത്തുകൾ പിൻവലിക്കുന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ചാലും എങ്ങനെയാണ് ഞാൻ എൻ്റെ ജനത്തിൻ്റെ നാശം കണ്ടിരിക്കുക? ബന്ധുജനങ്ങളുടെ നാശം ഞാൻ എങ്ങനെ സഹിക്കും? അപ്പോൾ അഹസ്വേരൂസ് രാജാവ് എസ്തർ രാജ്ഞിയോടും യഹൂദനായ മൊർദെഖായിയോടും പറഞ്ഞു, ഇതാ ഹാമാന്റെ ഭവനം ഞാൻ എസ്തേറിനു വിട്ടുകൊടുത്തിരിക്കുന്നു. യഹൂദരെ വധിക്കാൻ ഉദ്യമിച്ചതുകൊണ്ട് അവർ അവനെ കഴുവിലേറ്റി. യഹൂദരുടെ കാര്യത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ രാജാവിൻ്റെ നാമത്തിൽ എഴുതുകയും രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുകയും ചെയ്യുക. രാജനാമത്തിൽ എഴുതപ്പെട്ട് രാജമോതിരത്താൽ മുദ്ര വയ്ക്കപ്പെടുന്ന വിളംബരം ആർക്കും ദുർബലമാക്കാനാവുകയില്ല. അക്കാലത്ത് 3-ാം മാസം സിവാൻ മാസം 23-ാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാരെ വിളിച്ചു വരുത്തി ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും ദേശാധിപതികൾക്കും പ്രഭുക്കന്മാർക്കും യഹൂദരെ സംബന്ധിച്ച് മൊർദെഖായി കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് ഒരു കൽപ്പന എഴുതി അയച്ചു. ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലും ആണ് അത് എഴുതിയത്. ഇത് അഹസ്വേരൂസ് രാജാവിൻ്റെ നാമത്തിൽ എഴുതി മുദ്ര വെച്ചു. രാജാവിൻ്റെ ലായത്തിൽ വളർന്നവയും രാജകീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നവയും വേഗതയേറിയവയുമായ കുതിരകളുടെ പുറത്ത് കയറി ദൂതന്മാർ കത്തുകൾ കൊണ്ടുപോയി. അഹസ്വേരൂസ് രാജാവിൻ്റെ സകല പ്രവിശ്യകളിലും 12-ാം മാസമായ ആദാർ 13-ാം ദിവസം ഓരോ നഗരത്തിലും യഹൂദർ ഒരുമിച്ച് കൂടാനും തങ്ങളെ ആക്രമിക്കുന്ന ഏതു പ്രവിശ്യയുടെയും ജനതയുടെയും ആയുധസജ്ജമായ ശക്തിയെ ചെറുക്കാനും അവരെ കുട്ടികളും സ്ത്രീകളുമടക്കം നശിപ്പിക്കാനും കൊല്ലാനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കാനും പ്രസ്തുത കത്തുകൾ വഴി രാജാവ് യഹൂദർക്ക് അനുവാദം നൽകി.